എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. അതുണ്ടോ ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. കുടിച്ചു. ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ വാങ്ങി കുടിച്ചു. ഞങ്ങളുടെ വിശപ്പ് കുറച്ചൊക്കെ മാറി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ട്രെയിനിൽ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കൊച്ചിനെ വെച്ചിട്ടാൻ തുടങ്ങി. കൊച്ച് കിടന്ന് കരയുക. കൊച്ചിനെ വെച്ചിട്ടാൻ തുടങ്ങി. സൂര്യ ഉറക്കം വന്നില്ല. അമ്മന്റെ മുത്ത് വന്നേ. നിക്ഷേപം നീ അമ്മന്റെ മുത്ത് വന്നേ. ആ അമ്മന്റെ മുത്ത് വന്ന് പറഞ്ഞേ. നിക്ഷേപം എന്തിയേ? അമ്മന്റെ കുഞ്ഞുമുത്ത് എന്തിയേ? അമ്മന്റെ തക്കുടു എന്തിയേ? ആ അമ്മന്റെ കുഞ്ഞു മാവ പൊങ്ക വരുന്നുണ്ടോ? നോങ്ങിക്കോ പൊങ്ങിക്കോ. പൊങ്ങണ്ടേ? ഇതേ അമ്മ എന്ത് പയ്യന്. ആന്റി മടുത്തോ? മടുത്തു. ഇനി 10 മണിക്കൂറും കൂടി ഇരിക്കണോ? മടുത്തു. പക്ഷെ നമ്മളവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ അത്ര മടുത്തു. അമ്മന്റെ മുത്ത് എവിടെ? കുഞ്ഞാവ് എന്തിനാ കരയുന്നേ? മടുത്തോ നിങ്ങള്? മടുത്തോ അല്ലേ? എത്താനായി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങും. കുഞ്ഞാവ് ചെറിയതായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ട്. കൊടുത്തിരിക്കണേ. തലവേദന തുടങ്ങിയിട്ടുണ്ട്. ചാലക്കുടിയിൽ ഇറങ്ങിയ നമ്മൾ ചാലക്കുടിയിലെത്തി. ഇനിയുണ്ട് 10 മണിക്കൂറോളം. ചാലക്കുടി എത്തി. അടുത്തുള്ള പുഴയാണ്. അടുത്താണ് നമ്മുടെ സ്വന്തക്കാരൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ചാലക്കുടി കഴിഞ്ഞ് ട്രെയിന് പോയി തുടങ്ങി. ഇപ്പോഴാണ് ട്രെയിന് പോയത്. 1 മണിക്കൂർ വെയിറ്റിംഗ്. അല്ല മാമേ, 1 മണിക്കൂർ വെയിറ്റിംഗ്. ഞങ്ങൾ ഇരുന്ന് മുടിഞ്ഞു പോയി. ആ കൊച്ചിന് കരച്ചിലും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്. ആശ ഉറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഉടുപ്പൊക്കെ മാറ്റി ഇപ്പം നല്ല കളിയായി. കുറുക്കൊക്കെ കുടിച്ച് നല്ല കുട്ടപ്പനായി. ഉടുപ്പെല്ലാം മാറ്റി കളിയാണിപ്പോൾ. ഇപ്പം നല്ല കളിയാണ്. വിശപ്പൊക്കെ മാറിയപ്പോൾ നല്ല. നെൽവേലി എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞു ഒരു ട്രെയിനിൽ കയറി. അത് ഷൊർണൂർ പിടിച്ചിട്ടു, അത് കഴിഞ്ഞ് പുതുക്കാട് പിടിച്ചിട്ടു, അത് കഴിഞ്ഞ് കാലടി പിടിച്ചിട്ടു, അത് കഴിഞ്ഞ് ചാലക്കുടി പിടിച്ചിട്ടു, എറണാകുളം സൗത്തിലും നോർത്തിലും എല്ലായിടത്തും പിടിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടില്ല. അവർ പറഞ്ഞ് 1/2 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ ലേറ്റ്. 11:30 എത്തുന്ന ട്രെയിൻ ഇനി 5 മണിക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. ഇനി ആരും ഇതിൽ കയറാതിരിക്കാൻ ഏറ്റവും ഞങ്ങൾ ഇരുന്നിരുന്ന് മടുത്തുന്ന. എക്സ്പ്രസ് എന്ന പേരേ ഉള്ളൂ, ലോ പ്രസ്. എന്തൊരു ഇങ്ങനെയൊക്കെ ട്രെയിനൊക്കെ നേരം ലേറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോണവർ എത്ര ബുദ്ധിമുട്ടണം. 5 മണിക്കൂറാണ് ലേറ്റ്. 10 മണിക്ക് പോകേണ്ടത് ഇനി 3 മണിയാകുമ്പോഴേ അവിടെ എത്തുള്ളൂ തിരുനെൽവേലിയിൽ. ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ട്രെയിനിനൊക്കെ. കുഞ്ഞു മക്കളെയും കൊണ്ട് പോണവർ എന്താ ചെയ്യുക? ഇങ്ങനെ ട്രെയിൻ ലേറ്റായിട്ട് വരുന്ന ട്രെയിനിനൊക്കെ വിട്ട് കൊടുക്കും, ചവിട്ടി നിർത്തിയിട്ട്. ഈ ട്രെയിന് മാത്രം നിന്നിട്ട് നല്ല പാട്. 3:30 ഞങ്ങൾ തിരുനെൽവേലിയിലെത്തി. ഞങ്ങളുടെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ രാവിലെ കുറഞ്ഞ് ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു. ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. കാപ്പി കുടിക്കാൻ പോവുകയാണ്. പറമ്പിൽ നിറയെ മുരിങ്ങയും സപ്പോട്ട, ഓറഞ്ചൊക്കെ ഉണ്ട്. ഇത് മാതളം.
പിന്നെ കുറേ കോഴികളൊക്കെ ഉണ്ട്. സപ്പോട്ട നിറയെ കഴിച്ചിട്ടുണ്ട്. പഴുത്തിട്ടില്ല, എല്ലാം പച്ചയാണ്. എല്ലാം പച്ചയാണ്, കായൊക്കെ നല്ല പച്ചയാണ്. പിന്നെ പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകണം പറ്റുമെങ്കിൽ. വേപ്പിലൊക്കെ തട്ടിയിട്ട് വരുന്ന കാറ്റ് നല്ലതാണെന്നൊക്കെ പറയും. നല്ല കാറ്റും. ഞങ്ങളിവിടെ ചൂടാണെന്നാണ് കരുതിയത്, പക്ഷെ നല്ല കാറ്റാണ് ഇവിടെ. നല്ല കാറ്റാണ്. ഇലയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട്. മുരിങ്ങയ്ക്കായൊക്കെ കായ്ച്ച് കിടപ്പുണ്ട്. എനിക്ക് സപ്പോട്ടയിലാണ് എനിക്ക് കണ്ണ്. കാരണം എനിക്ക് സപ്പോട്ട ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സപ്പോട്ട. നിറയെ കഴിച്ചിട്ടുണ്ട്. ഈ മരത്തിലാണ് ഇവിടുത്തെ കോഴിയൊക്കെ ഇരിക്കണേ. ഇത് താഴ്ന്ന മരം ആയതുകൊണ്ട് കോഴി ഇതിലായിരിക്കണം. കോഴി കൂട്ടിലൊന്നും കിടക്കാറില്ല. ഞങ്ങൾ വന്ന സമയത്ത്, ലൈറ്റൊക്കെ ഇട്ട സമയത്ത് കോഴിയെല്ലാം ചാടി വന്നു. ഇവിടെ മോഡൽ കോഴികളുണ്ട്, നീളം കോഴികൾ, വാൻകോഴിയുണ്ട്. ഞങ്ങളുടെ പട്ടി വള്ളം വന്ന് പറഞ്ഞു പോയി. ആവേ, ആദമേ, 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 ആദംകുട്ടി, എന്താ നോക്കണേ? നോക്കണേ, ഓ ഇത് നോക്കണേ. വീഡിയോ എല്ലാം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം. ഞങ്ങളെ എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത ആശംസകൾ. നന്ദി, നമസ്കാരം.